ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, നമ്മളിന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അമ്പല ദർശനത്തിലേക്ക് പോകാൻ പോക്കാണ്. നമ്മളെ എവിടെ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ വള്ളുവങ്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ. അവിടെ നമ്മളെ പറശ്ശിനിക്കടവ് ഉള്ള പോലെ തന്നെ ഒരു പുഴേൻ്റെ തീരത്താണ് മുത്തപ്പൻ്റെ കുടികൊള്ളുന്ന ഒരു ദേവാലയം ഉള്ളത്. നമ്മൾ മുന്നൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അവിടുത്തെ വീഡിയോ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ ആയി പോകണം എന്ന് വിചാരിക്കുന്നു, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് അതിനുള്ളൊരു അവസരം വന്നത്. പിന്നെ അതേപോലെ തന്നെ മലക്ക് പോയി വന്നതിന് ശേഷം എല്ലാവർക്കും തണുപ്പും പനിയും എല്ലാം ആയിട്ട് സൈഡായി പോയി. നമുക്കെന്നാ അറിയാൻ എനക്ക് വെച്ചിനി നമുക്കെന്നാ പറയാ വെള്ളംകടവിനെ പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പിന്നെ ചങ്ങായിമാരെ, എല്ലാ ഞായറാഴ്ചയും വെള്ളംകടവും മുത്തപ്പനും ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും കേട്ടോ. അത് വേറൊരു പ്രത്യേകതയാണ് അവിടുത്തെ. പിന്നെ അവിടുത്തെ മുത്തപ്പനെ കൊണ്ട് പറയുകയാണെങ്കിൽ മുത്തപ്പൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കലുണ്ട് കേട്ടോ. അത് നമ്മളെ കുടുംബത്തിൽ തന്നെ നമുക്ക് അനുഭവമുണ്ട്. നമുക്കെന്നാൽ പോയിട്ട് ഇന്ന് മുത്തപ്പൻ ഉണ്ടാവുന്ന തോന്നുന്നു. നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. പോവാം. ചങ്ങായിമാരെ, ഇവിടെ ഉത്സവമായി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പുഴ. ഈ പുഴേൻ്റെ കരക്കാണ് നമ്മളെ വള്ളുവങ്കടവ് മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. എന്താ മുത്തപ്പന്റെ ചെണ്ടേന്റെ ശബ്ദം ഇടം വരെ കേൾക്കുന്നില്ല കേട്ടാ. മടപ്പുര. പെരുമാറ്റി പള്ളിപേട്ട കരുതിപ്പത്തേക്ക് 4000 വൈകിട്ട് വരാം.
പരിപാടി എത്തുമ്പോഴത്തേക്ക് മുത്തപ്പൻ പൈസ മേടിക്കാൻ ഇരുന്നു പോയി. മുത്തപ്പൻ തുള്ളിൽ നിന്നും കാണാൻ പറ്റണ്ടായി. പ്രസാദം കണ്ട് മുത്തപ്പനാണ്. ഇനി നമുക്ക് പ്രസാദം കഴിക്കാം. ഇവിടുത്തെ പ്രസാദത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാധാരണ പറശ്ശിന്നല്ല ഇലയിലായിരുന്നു, ഇതൊരു കോപ്പ പോലത്തെ എന്തിൻ്റെ ഇലയാ ഇത് അറിയില്ല. ഇല കോപ്പ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്താണ് കേട്ടോ തരുന്നു. പ്രസാദം കഴിക്കട്ടെ. നമസ്കാരം. എന്താ പേര് അങ്ങയുടെ? എൻ്റെ പേര് രാജൻ അഴീക്കോടൻ. ഈ മടപ്പുരയുടെ ആരായിട്ടാണ് പ്രവർത്തിക്കുന്നത്? കമ്മിറ്റി മെമ്പർ. ഈ വള്ളുവങ്കടവ് മുത്തപ്പൻ മടപ്പുരൻ്റെ ഐതിഹ്യം ഒന്ന് ചുരുക്കി പറഞ്ഞുതരാൻ പറ്റുമോ? മാഷായിരിക്കും കുറച്ചും കൂടി നന്നാവും ഐതിഹ്യം. ഞാൻ സപ്പോർട്ട് ചെയ്യാം. പുതിയ വളപ്പ് തറവാട്ടിലെ പൂർവ്വ ഗുരു സന്ധ്യാവന്ദനം കഴിഞ്ഞ് പുഴയെ വരത്ത് ഉലാത്തുന്ന സമയത്ത് പുഴയിൽ മുത്തപ്പ ഭഗവാൻ മത്സ്യങ്ങളെ അമ്പെയ്ത് രസിക്കുന്ന കാഴ്ച കാണാനിടയാവുകയും അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഒരു ദിവ്യത്വമുണ്ടാവുകയും തൻ്റെ വീട്ടിൽ വന്ന്
വീട് പൊടിക്കളമായി കണക്കാക്കി മുത്തപ്പ ഭഗവാനെ ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു. കുറേ വർഷം അദ്ദേഹം ഈ മുത്തപ്പൻ്റെ ആരാധന നടത്തി ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് ആ ക്ഷേത്രം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ക്ഷേത്ര പുനർനിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതിരിക്കുകയും അവർക്ക് പലവിധത്തിലും മുത്തപ്പനെ മറന്ന് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ മുത്തപ്പൻ്റെ അനുഗ്രഹം കുറയുകയും മുത്തപ്പനെ അവർ മറന്ന പോലെ പെരുമാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കുടുംബം നാമാവശേഷമാവുകയും മുത്തപ്പൻ്റെ സ്ഥലം അന്യാധീനപ്പെടുകയും ചെയ്തു. അതിനുശേഷം കുറേ വർഷങ്ങളോളം ആ പാതി പൂർത്തിയാവാത്ത ക്ഷേത്രം നിലനിന്നിരുന്നെങ്കിലും ആരും ആ ഭാഗത്ത് മുത്തപ്പനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി തയ്യാറായില്ല. ഈ തറവാട്ടിലെ തന്നെ ഒരു പിൻ തലമുറയിൽപ്പെട്ട മുകുന്ദൻ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കുകയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെയും പൊതുവെ ഉള്ള ഭക്തന്മാരുടെയും സഹകരണത്തോടുകൂടി ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 2003 ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2005 പ്രതിഷ്ഠാ ദിനം നടത്തി 2006 ജനുവരിയിൽ തിരുവപ്പന മഹോത്സവം നടത്തുവാൻ തുടങ്ങി. 20 വർഷത്തിൻ്റെ ഇപ്പോൾ ഏകദേശം 20ാമത്തെ വർഷത്തെ തിരുവപ്പന മഹോത്സവമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഉത്സവം തുടങ്ങാൻ പോവാൻ, അപ്പോൾ എല്ലാ വർഷവും ഇതേ ഡേറ്റിന് തന്നെയാണ് ഉത്സവം ഉണ്ടാവാറ്, അല്ലെങ്കിൽ മാറി മാറി വരുത്തുണ്ടോ? ഉത്സവം ധനു 16 മുതൽ ധനു 23 വരെയാണ് ഉത്സവത്തിന്റെ ദിവസം. മലയാള മാസം കണക്ക്. മലയാള മാസം കറക്റ്റ്. അപ്പോൾ ജനുവരി ആദ്യ വാരമാണ് മിക്കവാറും ഉത്സവം വരും. ഇവിടെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ മടപ്പരക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകത പറയാൻ വേണ്ടിയുണ്ടോ? ഇവിടെ പിന്നെ മുത്തപ്പനും തിരുവപ്പനയും കൂടാതെ എടലാപുരത്ത് ചാമുണ്ടി, ഗുളികൻ, നാഗസ്ഥാനം, അതുപോലെ തന്നെ ഗുരുസ്ഥാനം, ഈ സ്ഥാനങ്ങളും കൂടി ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും വന്ന് ഗുരുവിനെയും ഭഗവതിയെയും വന്ദിച്ചതിന് ശേഷം അകത്ത് കയറി തിരുവപ്പനെയും മുത്തപ്പനെയും വന്ദിക്കുക. അതിനുശേഷം ഗുളികനെ വന്ദിച്ച് നാഗസ്ഥാനത്തുള്ള അവരെയും വന്ദിച്ച് പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിലേക്ക് കയറുവാന്നാണ് ഇവിടുത്തെ നടപടിക്രമം. എല്ലാ ഞായറാഴ്ചകളിലും സംക്രമ ദിവസങ്ങളിലും മുത്തപ്പൻ വെള്ളാട്ടുണ്ടാവും. എല്ലാ വിശേഷ ദിവസങ്ങളിലും അന്നദാനവും ഉണ്ടാവും. അതുപോലെ എല്ലാ മാസത്തിനും ഇംഗ്ലീഷ് മാസത്തിൻ്റെ 1-ാം തീയതി ആദ്യത്തെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തിരുവപ്പന വെള്ളാട്ടം ഉണ്ടാവും. പിന്നെ ഉത്തരി അടിയന്തരം തുലാം 9-നാണ്. അതുപോലെ തന്നെ ശിവരാത്രി മഹോത്സവം, പിന്നെ രാമായണ മാസം രാമായണ പാരായണം എന്നിവയെല്ലാം ഇവിടെ നടത്തി വരുന്നുണ്ട്. വിജയദശമി പ്രമാണിച്ച വിദ്യാരംഭം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട്. രാവിലെ 5 മണിക്ക് നട തുറന്ന് 10 മണിക്ക് നട അടക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് 8 മണിക്ക് നട അടക്കും. പിന്നെ അതുപോലെ ഇവിടുത്തെ മുത്തപ്പന് വേറൊരു പ്രത്യേകത, സാധാരണ മുത്തപ്പൻ കുറച്ച് നേരം വൈകിട്ടില്ലേ ഇറങ്ങുക കീയോ, ഇവിടുത്തെ കുറച്ച് നേരത്തെ കീയുന്നു അല്ലേ? അത് നമ്മൾ ആദ്യം ഉള്ളത് അങ്ങനെയാണ്. 5 മണിക്ക് മുത്തപ്പൻ ഇറങ്ങും. പിന്നെ അതൊരു 8, 9, 10 മണി വരെ ചില ദിവസങ്ങളിലുണ്ടാവും. അത് ഭക്തന്മാരുള്ള പോലെ അല്ലേ? ശരി, എല്ലാ മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ട ഇതുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. ഇവിടുത്തെ ക്ഷേത്ര തന്ത്രി കാട്ടുമാട തെല്ലയുടെ ഈശ്വരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹമാണ് ഇവിടെ രാവിലെ 31-ാം തീയതി കാലത്ത് കൊടിയേറ്റം നടത്തേണ്ടത്. മഹാഗണപതി കഴിഞ്ഞു നിമിഷം കൊടിയേറ്റം നടത്തുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാഗസ്ഥാനത്ത് ചെയ്യേണ്ടത്, ഒരു കൊല്ലത്തിലൊരിക്കലാണ് നമ്മുടെ നാഗസ്ഥാനത്ത് സർപ്പബലിയർത്ഥം. മേക്കാട്ടിലത്ത് തൃശ്ശൂർ മേക്കാട്ടിലത്ത് വല്ലഭൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്തിലാണ് ആ പൂജയും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നാഗസ്ഥാനത്ത് ഒട്ടനവധി ആൾക്കാർ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ പറയാൻ പാടില്ല, അതിനപ്പുറം ഉള്ളവരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അത്രയും ഭയങ്കര ജനായിരിക്കും വന്നിട്ടുണ്ടാവും. സർപ്പബലിക്കാൻ ചുരുങ്ങുന്നത് 600-700 ആളുണ്ടാവും. ഇവിടെ മടപ്പുരയിലും മടയനൊക്കെ സ്ഥിരമായിട്ടുള്ള ആളെ. മടയനൊക്കെ നമ്മുടെ സ്ഥിരമാണ്. അത് നമ്മുടെ ഇവിടെ ഈ പുതിയോളത്തെ തറവാട്ടിൽ ഒരു അങ്ങാണ്. അദ്ദേഹത്തിന്റെ പേരെന്നാ? അത് ലക്ഷ്മണ മടയനാണ്. കോലക്കാരെ ഓരോ വിധിപ്രകാരമാണ് ഈ ഓരോരോ കോലക്കാർ. തിരുവപ്പന കെട്ടേണ്ടവരെ ഇടുന്ന് ഭഗവാന് ഇഷ്ടമുള്ള ആളെ ജ്യോതിഷ വിധിപ്രകാരം നോക്കിയിട്ടാണ് തീരുമാനിക്കുക.
അങ്ങനെയാ അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഇത് മാറി മാറി വരുമോ കൊല്ലക്കാർ? കൊല്ലത്തിൽ ഉത്സവത്തിന് മാറി മാറി വരും. അങ്ങനെയാണ്. അത് ഭഗവാൻ ഇഷ്ടമുള്ള ആളെയൊന്നും അന്നുണ്ടാവുക. അവരുടെ ദേവഗണം നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ വെച്ചിട്ടാണ് നോക്കും. 2-3 നോക്കും, അതിലാണ് തൃപ്തിപ്പെടും. അതുപോലെ തന്നെ എളെടുത്ത് ഭഗവതിനെ നമ്മൾ നോക്കണ്ട, ഗുളികനെ നോക്കും. പിന്നെ അതിൽ 3-4 പേര് വെക്കും, അതിനെന്തിനും ഗുളികേൻ്റെ കിട്ടും. അങ്ങനെയാണ് നമ്മുടെ 31-ാം തീയതി മുതൽ തന്നെ പരിപാടിയുണ്ട്. 31-ാം തീയതി വൈകുന്നേരം വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും തിരുവപ്പന മഹോത്സവത്തിന്റെ ഉദ്ഘാടന സദസ്സ് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ അഴീക്കോട് നിയോജക മണ്ഡലത്തിന്റെ സാരഥി ശ്രീ KV സുമേഷ് MLA ആണ് നിർവഹിക്കുന്നത്. അന്നത്തെ ദിവസം തന്നെ ഒട്ടനവധി സാഹിത്യകാരന്മാരെയും നമ്മൾ ഇവിടുന്ന് അനുമോദിക്കുന്നുണ്ട്. ആ ചടങ്ങ് രാത്രി 7 മണിക്ക് നടക്കും. തുടർന്ന് കലാപരിപാടികൾ. അതിന് മുന്നേ നടക്കുന്ന ഒരു 5 മണിക്ക് വൈകുന്നേരം കലവറ സംഘങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. പുലൂപ്പി അമ്പേദ്കർ ഗ്രാമത്തുനിന്നും കണ്ണാടിപ്പറമ്പ് നോർത്ത് അമ്പേദ്കർ ഗ്രാമത്തുനിന്നും മാതൃസമിതി ഉദ്ദേശിക്കുന്ന 3 കലവറ സംഘങ്ങൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ ക്ഷേത്രത്തിൽ എത്തും. അതൊരു കണ്ട കാഴ്ച തന്നെയാണ്. വാദ്യങ്ങളും മേളങ്ങളെല്ലാം ആയിട്ട് ഒരു നല്ല രംഗം. പിന്നെ ഉത്സവത്തിൻ്റെ സമാപന ദിവസം പുലൂപ്പി ദേശവാസിയുടെ അണിയിച്ചൊരുക്കുന്ന വമ്പിച്ച കാഴ്ചവരവുണ്ട്. മീനമർദ്ദ എഴുന്നള്ളത്ത് പുഴയിൽ നിന്നും മത്സ്യം പിടിച്ച് മുക്കുവന്മാർ വന്നിട്ട് മത്സ്യം പിടിച്ച് ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങാണത്. അതായത് ഇവിടെ കാണുന്ന പുഴ, നമ്മൾ ഇവിടുന്ന് കാണുന്ന പുഴയിൽ ഇറങ്ങി മത്സ്യം പിടിച്ച് വലയും ഇതെല്ലാം എടുത്തു വന്ന് അവരുടെ മുക്കുവന്മാർ, കണ്ണൂരിൽ നിന്ന് വന്ന മുക്കുവന്മാരാണ്, അവർ വന്ന് ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. ഇതൊരു കാണേണ്ട ചടങ്ങാണ്. അത് ഈ അടുത്തൊന്നും ഒരു മുത്തപ്പക്ഷത്തിൽ ഉണ്ടാവും തോന്നുന്നില്ല, കേട്ടിട്ടില്ല ഞങ്ങൾ. അപ്പോൾ ഇത്രയും തിരക്കിനിടയ്ക്ക് ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നെ നമ്മളെ ഭാഗത്തു നിന്ന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. ഉത്സവത്തിൻ്റെ ഏറ്റവും നല്ല പ്രചരണം നിങ്ങളാണ്, മാധ്യമങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നിലയിലതൊക്കെ പ്രദർശിപ്പിച്ച് ഒട്ടനവധി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും ഇതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം. നിലവിളി നിലവരസായിട്ടും മുടിയായിട്ടും ഇവിടെ കൈയെടുക്കുമ്പോഴും മുത്തപ്പനുണ്ടെല്ലാം കൂടാ കേട്ടാ. എന്താ പറയാനുള്ള മുത്തപ്പനോട് മുത്തപ്പനോട് കേൾപ്പിക്കാനുണ്ടാ അവിടെ അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. നിലവിളി നിലവരസായി മുത്തപ്പൻ്റെ സാധു മുടിയായി കൂടിയുണ്ടല്ലോ, നന്നായി വരും കേട്ടാ. അഭിവൃദ്ധിയായിട്ട് വരണം ഭഗവാനെ കേട്ടാ. ഒരു അനുഭവങ്ങളൊക്കെ ഇതുവഴിയായിട്ട് ഒന്ന് ചെയ്യേണ്ടതിനും പുറകെ തപ്പാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നമുക്ക് മുടി വെക്കുന്ന എന്തായാലും കാണാൻ പറ്റിയില്ല. അപ്പോൾ മുടി കഴിക്കുന്നത് കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ചോറുന്നാൻ പോകാണ്ട് ഇങ്ങനെ കാത്തിക്കുന്നു, കുറച്ച് സമയമായി കാത്തിക്കുന്നു. എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ചങ്ങായിമാരെ, ഭക്തന്മാർക്ക് പ്രസാദം കൊടുത്ത് തീരാനായി കേട്ടോ. ഏകദേശം കഴിഞ്ഞു തന്നെ പറയാം. കഴിഞ്ഞു. ഇപ്പം മുടിയഴിക്കേണ്ട ചടങ്ങുകൾ ആരംഭിക്കും. അത് കാണാം നമുക്ക്. കർഷകരുണ്ട പറയാ ഞാൻ ചെയ്യട്ടെ.
മുത്തപ്പനെ കരുതി വെച്ചിരുന്നില്ലേ? ആ ആൾക്കാരൻ്റെ മടിയാ ദീപം നാളികേരം സംഭവനം എവിടെയാ? എൻ്റെ മടയും കത്തിച്ച ദൈവത്തിന് നിന്റെ കടവക്കാരൻ്റെ പ്രാർത്ഥനയില്ലേ? എന്ത് വിഷവാദികളുടെ മടിയാ? ദീപം അടഞ്ഞു പോയിനാ? എന്നെ കൊണ്ടുള്ള വിഷവാദികളുണ്ടല്ലോ. ഈശ്വരമല്ലേ നാടികാരം ഏത് പ്രകാരം? മുത്തപ്പൻ തന്നെ ഉടച്ചു മാറ്റി പന്നിയെ എഴുതി അല്ലേ? ഉടച്ചു മാറ്റി പന്നി കിട്ടിയിട്ടുണ്ടല്ലോ. അതേ പ്രകാരം തന്നെ ഉടച്ചു മാറ്റിയത് ഏത് പ്രകാരം എവിടെയാ? രാശി വന്നത് എങ്ങനെയാ? കുളിച്ചു പോയതല്ലേ? കുളിച്ചങ്ങോട്ട് കടന്നു പോയല്ലേ? വിഷവാദികളൊന്നുമില്ല കേട്ടോ. ആദ്യം വേർത്ത് താമ്പൂലം അല്ലേ? മുത്തപ്പൻ്റെ ഭാഗത്തിൽ തന്നെ ദക്ഷിണഭാഗം അല്ലേ? കർമ്മത്തിനൊന്നും വിഷവാദികളില്ലാന്നാ എന്നാ പുതിയമായിരിക്കുന്ന സമുദായത്തെ വേറെ കർമാദികൾ വിഷമില്ലാതൊക്കെ അഗ്നി കൊള്ളാന്ന് പറഞ്ഞു. എന്നാ ദീപാവനെ വായിക്കുന്നതിന് ഫോണൊക്കെ വന്നു കയറുന്നത് ഇത്രയും ഈ മല ദുഃഖം മനസ്സിൽ നിന്ന് തരുന്നു. വിഷവാദികളൊന്നുമില്ല. എന്താണ് ദേവൻ്റെ ഭാഗത്തിൻ്റെ വന്ന് വിടുന്നുള്ളൂ. എല്ലാ വായിക്കുന്ന മറഞ്ഞു വീടുന്നതാണ്. വിഷവാദികളൊന്നുമില്ല. വടക്കല്ലേ ദേവീ സംഗ്രഹമായിരിക്കുന്ന മക്കളെയൊക്കെ നിങ്ങൾ പ്രവർത്തന ബുദ്ധിയായിരിക്കും നിങ്ങളുടെ തറവാടും പേതുമായിട്ട് അത് തൊട്ടുന്നവരെ പഠനം ചെയ്യുന്നില്ലേ? പിടിക്കുന്നുണ്ടല്ലോ ദേവീന. ദേവീ കാര്യകർമാതികളൊക്കെ ചെയ്ത് പോരുന്നുണ്ട്. സന്തോഷമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. അതേ അതുകൊണ്ട് തിരിയാട്ടോ അടുതാനേ ഒരിടക്കോലും കൊലപ്പിച്ചു അടുന്നാനേ തിരുവങ്കടപ്പുറന്നു തിരുനെറ്റിക്കലിക്കരി കൊണ്ടുപോളവനാട്ടെ വരുന്നത് കണ്ടു. ഏരി വെശിപ്പാവൃതാട് കണ്ടു മുഴക്കും പള്ളിക്കോട്ടക്കും പേതുമായി കൈയെടുത്തു. ആടുന്നാനേ അതിന്റെ കതിരണ്ടോ ഒരു കല്ലും തടിയോ ഒരു വിഷം മുട്ടോളം ചപ്പും മുക്കോളം വെള്ളവും ചപ്പും വെപ്പും മൂലവണ്ടാലും പിരിയാപുറത് അന്ന് തറക്കാൽ കറുനൈപത്തെടുക്ക നാടും ഭേദമായി കൈയെടുത്തു. കോട്ടേരി വെള്ളൂര് ഉള്ളൂര് മുതുകുറ്റി നാല് വടപ്രസ്ഥാനം ഭേദമായി കൈയെടുത്തു. ആടുന്നാനേ അന്ന് പെരയ്ക്കുന്നു നിർച്ചാൽവേണ്ട മൂപ്പരും നാട് പാടുന്നവർ സ്വാമിയായി കൂടി കണ്ടു. അന്ന് അരിയിട്ട് പാടുന്ന നാട് പാടുന്നവർ സ്വാമിക്കുന്ന അരിയിട്ട് പാടുവാനും ഇല്ലാതെ ഉരുട്ട് പാടുന്ന നാട് പാടുന്നവർ സ്വാമിക്കുന്നു. നൂലിട്ട് പാടുന്നവരുമില്ല. ഒരു പാടുക സ്വരൂപത്തിന്റെ അരി വിരുന്ന് കണ്ടു തിരി വെള്ളത്തും. ആടുന്നാനേ ഒരുക്കമായി വിശേഷപ്പെട്ടവരെ ഒഴിക്കട്ടപടിയാ നേതൃത്വപ്പെട്ടവരെ കൂടി പുതുതാക്കപ്പെട്ട ഇന്നത്തിലും ഏതുമായിട്ട് വാർത്തകൾ പൂർത്തിയായിരിക്കുന്ന പുനരുത്തമനെ വധം ചെയ്തു. എന്റെ ഭക്തന്മാരെ വിശേഷിച്ച കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണം എന്നാലേ അടിയന് ആർക്കും അടുപടിയും
ഉത്സവത്തിനുള്ള മുന്നോടിയായിട്ട് എന്താ അലങ്കാര ലൈറ്റുകളെല്ലാം സ്ഥാപിച്ചു കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ. രാത്രി ഈ പിന്നെ വെള്ളത്തിലും ലൈറ്റ് ഇടലുണ്ട് കേട്ടോ. നല്ല രസമാണ്. ചങ്ങായിമാരെ, നമ്മള് വെള്ളവും നിന്നെല്ലാം വീട്ടിലെത്തി കേട്ടോ. നല്ല സമാധാനത്തിൽ മുത്തപ്പനെ കാണാൻ പറ്റി. മുത്തപ്പനെ പ്രാർത്ഥിച്ച് മുത്തപ്പന്റെ അനുഗ്രഹം എല്ലാം കിട്ടി. വേറെ എന്നാ പറയാനല്ലേ നമുക്ക്? പോയി മുത്തപ്പനെ കണ്ട് അനുഗ്രഹം എല്ലാം വാങ്ങി, മുത്തപ്പനോട് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, മുത്തപ്പൻ ഇങ്ങോട്ട് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ഏറ്റവും ബിരിയാണിയാണ് കേട്ടോ ചങ്ങായിമാരെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളെ നമ്മളെ കൂടെ വരുന്നു ചോദിച്ചിട്ട് വിളിച്ചു കേട്ടാ. ആരും വന്നിട്ടില്ല. എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളും തിരക്കും ഓരോ ഇതെല്ലായിട്ട് ആർക്കും വരാൻ പറ്റിയില്ല. കുറേ ആളെ വിളിച്ചിന്ന്. നമ്മൾ കാർ എടുത്തിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഒരുമിച്ച് കൂട്ടാൻ വെച്ചിട്ട്. പിന്നെ മറ്റേ കാര്യം പറയണല്ലേ, നമ്മളെ കുടുംബത്തിൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല നിങ്ങളോട്, ഉണ്ടായി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളെ അനുഭവത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് അല്ലേ? പറയണ നമ്മളെ ആപ്പനെ ഇതുപോലെ പണ്ട് വെള്ളവും കടവില് ഒരുപാട് ആൾക്കാർക്ക് മുത്തപ്പനെ കണ്ടിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആപ്പനെ കല്യാണം കഴിഞ്ഞിട്ട് ഈ കുട്ടികളൊന്നും ആവുന്നില്ല. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെള്ളവും കടവില് പോയി നമുക്ക് മുത്തപ്പനോട് കാര്യം പറയാം. മുത്തപ്പനെ അടുത്ത് പോയി മുത്തപ്പനെ കണ്ട് മുത്തപ്പനോട് അങ്ങോട്ട് പറഞ്ഞു അവർ. എന്നിട്ട് പറഞ്ഞ് മുത്തപ്പൻ പിന്നെ ഒരു നാണയം എടുത്ത് കൈമ കൊടുത്തിട്ട് പറഞ്ഞു, ഈ നാണയം എടുത്തിട്ട് 21 ദിവസമായിട്ടാന്ന് തോന്നുന്നു, കുറേ കൊല്ലമായി കേട്ടോ ഇത്, കുറേ കൊല്ലം മുന്നേ നമുക്ക് അനുഭവത്തിലുണ്ടായ ഒരു സംഭവം. 21 ദിവസം പിന്നെ ആൻറ്റീൻ്റെ കൈമ കൊടുത്തിട്ട് പറഞ്ഞാൽ 21 ദിവസം വിളക്ക് കത്തിക്കുമ്പോൾ ഇതെടുത്ത് പ്രാർത്ഥിക്കണം, എന്നിട്ട് വിളക്കിൻ്റെ അടുക്ക് വെക്കുക, വിളക്ക് കത്തിക്കുന്ന എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടി ഉണ്ടായിട്ടാകുമ്പോൾ ആ കുട്ടീൻ്റെ കൈ കൊണ്ട് ഈ നാണയം എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അത് 21 ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞേരം അവർക്ക് വിശേഷമായി, കുട്ടിയായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് അനുഭവമുള്ളത്. പൈസ കൊണ്ട് കൊടുത്തി. അന്നേരം നമ്മൾ പോയിട്ടില്ല, ഞാൻ അന്നേരം ഗൾഫിലെന്ന് തോന്നില്ലേ. ഞാൻ ഗൾഫിലെല്ലാം പോകുന്നതിന് മുന്നേ ഉള്ള സംഭവം ഇത്. അപ്പോൾ അങ്ങനെയാണ് വെള്ളവും കട. അവിടെ പോയിട്ട് മുത്തപ്പനോട് സങ്കടം, ചില ഭക്തന്മാരെ കാണുമ്പോൾ മുത്തപ്പൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സങ്കടം പറയാനുണ്ടോന്ന്. ചില ആളൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുത്തപ്പനോട് പറയാം കേട്ടോ. എന്നോട് ഞാൻ ഇങ്ങനെ മുത്തപ്പൻ്റെ ഇരുപത്ത് പോയപാട് എന്നോട് നയിക്കുന്നത് ഔഷധം കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഔഷധം കഴിക്കുന്നു എന്റെ കഴുത്ത് കാണുന്നുണ്ട്. അമ്മ വേറെന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം നടക്കും നമുക്ക് വിചാരിക്കാം അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചങ്ങായിമാരെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, വെള്ളവും കടവിൽ ഉത്സവം തുടങ്ങുന്നതാണ് 31 തൊട്ടിട്ട് 7 വരെ. ഭയങ്കര ഉത്സവമാണ് കേട്ടാ, എല്ലാരും പോണം, വലിയ പരിപാടിയാണ്. അതിന്റെ നോട്ടീസ് ഇതിനകത്ത് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാൻ പറ്റുന്നില്ല, വലിയ നോട്ടീസാണ്, നോക്കട്ടെ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എല്ലാം ചെയ്തോ, എന്തല്ലേ എന്റെ അമ്മ പറയുക, എല്ലാം ചെയ്തു അല്ലേ. തമ്പുരില്ല, അതുകൊണ്ട് അത് ഞാൻ അനുകരിക്കാം. എന്തെല്ലാം പറയണ്ട, സബ്സ്ക്രൈബർ അമ്മ നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞോ, പറഞ്ഞു അമ്മക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല കേട്ടാ. സബ്സ്ക്രൈബും ബെൽ ബട്ടണും ലൈക്കും കമന്റും ഷെയറും എല്ലാം ചെയ്തോ. അപ്പോൾ വീണ്ടും അടുത്ത ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.